FTT നമ്മൾ നേരെ ഹോൾ ഓഫ് ഫെയിമിൽ വന്നു. സ്പിറ്റിക് മൊനാസ്ട്രിയിൽ നിന്ന് 125 റുപ്പീസാണ് ടിക്കറ്റ് കോസ്റ്റ് ഒരാൾക്ക്. അതിന് കൂടെ പക്ഷേ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഫ്രിഡ്ജ് മാഗ്നറ്റും കീ ചെയിനും. സോ ഇറ്റ്സ് നൈസ്. ഹോൾ ഓഫ് ഫെയിം നല്ലൊരു സ്റ്റൈൽ ആൻഡ് ലുക്കാണ്. ഇത് സിറ്റിയിൽ നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട മിലിറ്ററി എയർഫീൽഡ് എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്താണ്, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴെയുള്ളൂ. 1986 തുടങ്ങിയെങ്കിലും 2015 ഈ കാണുന്ന നിലയിലായത്. നമുക്ക് വേഗം കയറാം, 1:30 അടയ്ക്കും. ഹോൾ ഓഫ് ഫെയിമിൽ കടന്നപ്പോൾ തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്ത മുൻ സൈനികനാണ്. പുള്ളിയുടെ ഒരു 20 മിനിറ്റ്സോളം നീണ്ട ഒരു നല്ല എക്സ്പ്ലനേഷൻ കാർഗിൽ വാറിനെ കുറിച്ചും മൊത്തത്തിലുള്ള ഡിഫൻസ് കാര്യങ്ങളെ കുറിച്ച് ഈ മേഖലയിലെ. പുള്ളി ഒരു ലഡാക്കിയാണ്. സിയാച്ചിൻ ഉൾപ്പെടെ ഈ ലഡാക്കിലെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് നമ്മളോട് പങ്കുവച്ചതിനൊപ്പം ഈ ഉള്ളിൽ നിന്ന് വന്ന ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. സോ നമ്മളൊക്കെ ജെനുവൻലി വളരെ എക്സൈറ്റഡ് ആയി. ഇത് ഇവിടുത്തെ വളരെ പ്രത്യേകതയുള്ള ഒരു സെഗ്മെന്റാണ് സിയാച്ചിൻ സെഗ്മെന്റ്. ഈസ്റ്റ് കാർക്കോറം റേഞ്ചിലെ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബാറ്റിൽ ഫീൽഡ് എന്നറിയപ്പെടുന്ന സിയാച്ചിനിലെ -50 ഡിഗ്രി സെൽഷ്യസ് -60 വരെ വിന്ററിൽ പോകുന്ന അവിടെ നമ്മുടെ പട്ടാളക്കാർ എങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കണതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ഉപയോഗിക്കുന്ന ഗിയർ, ഐസിൽ നടക്കാനായിട്ട്, ഐസിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാമേഴ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും. അതായത് മഞ്ഞ് പർവ്വതങ്ങൾ കയറുന്ന വിഷ്വലൈസേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ 5400 മീറ്ററിൽ അവർ എത്രയും ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥകളെയും ഈ ശത്രുക്കളുടെ ആക്രമണങ്ങളെയൊക്കെ ജീവിക്കുന്നത് തന്നെ ഒരു സ്ട്രഗിളാണ് അവിടെ. അതിൻ്റെ ഒപ്പം തന്നെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആക്രമണങ്ങളെ ചെറുത്ത് നിന്ന് ഇന്ത്യയെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ആ ഒരു ചിത്രം നമുക്ക് നന്നായി തെളിഞ്ഞു കിട്ടും. അതിൻ്റെ ഒരു ടെറൈനും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വിഷ്വൽസിന് പുറമെ. ലെസ്റ്റ് വി ഫുഗെറ്റ് എന്ന ഈ ഒരു വാളിൽ എല്ലാ നമ്മുടെ രക്തസാക്ഷികളായ ജവാന്മാരുടെയും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർമി മെഡിക്കൽ ഡോക്ടേഴ്സ് അനുഷ്ഠിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും നല്ലൊരു ചിത്രം നമുക്കിവിടെ കിട്ടും. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാർഗിലിലെ ഓപ്പറേഷൻ വിജയ്, അതുപോലെ സോജിലയിലെയും സിയാച്ചിൻ ഗ്ലേഷ്യറിലെയും നമ്മുടെ ഡിഫൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തുള്ള ആയുധങ്ങൾ ഇങ്ങനെ പലതും ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല ചൈനയിൽ നിന്നും. ദ ചൈനീസ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ്സ് ക്യാപ്ചേർഡ് ബൈ ഇന്ത്യൻ ആർമി ഇൻ 1962 വാർ. അതുപോലെ പാകിസ്ഥാനി വെപ്പൺസ് ക്യാപ്ചർ ഡ്യൂറിങ് 1947 ഓപ്പറേഷൻസ്. ഇത് കാണുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനം വരും. നമ്മുടെ മിലിറ്ററി എത്ര സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും പ്രതിബന്ധങ്ങൾക്കിടയിലും അവരെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ആ നല്ലൊരു ഫീലിംഗ് നമുക്ക് വരും. നേരെ കാണുന്നത് സുവനീർ ഷോപ്പാണ്. പക്ഷെ അതിനു മുമ്പ് ഈ പിയാനോ സ്റ്റൈൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ലഡാക്കിന്റെ ഒരു ടെറൈൻ മാപ്പാണ്. ഇതിൽ സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി മുതൽ 25000 അടി വരെ ഉയരമുള്ള ലഡാക്കിലെ വിവിധ പീക്സ്, അതിന്റെ പേരുകൾ, അതുപോലെ എല്ലാ മിലിറ്ററി ക്യാമ്പുകളും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ. ഇറ്റ്സ് വെരി ഇൻഫർമേറ്റീവ്. ഹോൾ ഓഫ് ഫെയിമിൻ്റെ പുറത്ത് കിടക്കുമ്പോൾ പിന്നിലായിട്ട് വലിയൊരു ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേഡിയം പോലെ. അത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ രാത്രി നടക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ നേരെ കാണുന്നതാണ് ആ വിജയ പതാക പാറുന്ന. അതിൻ്റെ ബാക്കിൽ ദ വാൾ, ലെസ്റ്റ് വി ഫർഗെറ്റ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും പേരുകൾ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. എല്ലാ റെജിമെൻറ്റുകളുടെയും പതാകകളും. അത് വാർ മെമ്മോറിയലിൽ പൊതുവേ കാണുന്ന ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു പാറ്റേൺ ആണത്. അവിടെ മിലിറ്ററി ശൗര്യം. യെസ്, ലൈറ്റ് ആൻഡ് സൗണ്ട് സമയം ചോദിക്കാം. ലൈറ്റ് സൗണ്ട് ഷോ വൈകുന്നേരം 7 മണിക്കാണ്. 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്കം കഴിഞ്ഞിട്ട് എത്തുമെന്ന് അറിയില്ല. ഇവിടെ ഇതിന് മുൻപിൽ ആർമി ഉപയോഗിക്കുന്ന പിരങ്കികൾ, അതുപോലെ വെഹിക്കിൾസ് ഒക്കെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലേയിലെ മഞ്ഞുമലകളെ നോക്കിക്കൊണ്ട് ഹോൾ ഓഫ് ഫെയിം ഇവിടെ നിൽക്കുമ്പോൾ അതിന് മുന്നിൽ ശ്രീബുദ്ധൻ ധ്യാനമഗ്നായിട്ട് ഇരിക്കുന്നുണ്ട്. അവനവനെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന തീമാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലോകം എന്നേ നന്നായേനെ അല്ലേ. ആശയാണല്ലോ നമ്മുടെ ദുഃഖ കാരണം. 1:45 സമയം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് നോക്കി നമ്മൾ പല റെസ്റ്റോറൻറ്റ്സും അടഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സിറ്റിയുടെ ഉള്ളിൽ വഴി കൂടെ ഒക്കെ പോവാണ്. മൊത്തം റോഡിൽ പാർക്കിംഗ് ആണ്, ഇടുങ്ങിയ വഴികളാണ്. ഈ സിറ്റിയുടെ ഉള്ളിൽ അത്യാവശ്യം അത് കാരണം നല്ല സഹകരിച്ച് തന്നെ എല്ലാവരും പോകണം. പിന്നെ വേറെ പ്രശ്നം പറ്റി നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കാണെന്ന്. നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞിരുന്നു ഇവിടെ ഒരു 20 മിനിറ്റ്സ് ദൂരമുള്ള ബുദ്ധ മൊണാസ്ട്രിയിൽ ഇതല്ല വഴി. ഇതേതോ വീട്ടിലേക്കുള്ള വഴിയാ. റൗണ്ടിൽ ആരുടെയോ ഒരു പ്രതിമ ഉണ്ടല്ലോ. വട്ടം ചുറ്റി നോക്കണം.
ശിവജി ഒന്നല്ല, ശിവജി കിങ് സിംഗൈ നമ്യാൽ. പുള്ളിയാണ് ലേ പാലസ് ഒക്കെ പണിത ആള്. ആ, ലേ പാലസ് നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് കാണണം. ഭക്ഷണം എന്ന് പറയുന്ന സാധനം അന്വേഷിച്ച് അലഞ്ഞ് നടക്കാണ്, കിട്ടിയിട്ടില്ല. 5-6 കിലോമീറ്റർ ആയി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടണം. ഇതാണ് ലേയുടെ മെയിൻ റോഡ്. റൗണ്ട് ആ മലനിരകൾ. നമ്മുടെ ഹോസ്റ്റ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരു ബുദ്ധ റിലിക്ക് കാണാൻ എല്ലാവരും പോകണ്ടെന്ന്. അതാണ് എല്ലാം അടഞ്ഞെടുക്കണത്. അപ്പം നമ്മൾ ഹാപ്പി ലേയിൽ കയറിയപ്പോൾ മുഴുവൻ പട്ടാളക്കാരാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. പട്ടാളക്കാർക്ക് ഇങ്ങനെ പുറത്ത് ഹോട്ടലിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അവർക്ക് ഒരു മെസ്സിലൊക്കെ ഉണ്ടാവും. അതെ, ഇടയ്ക്കൊന്ന് ഹാപ്പി ആവണ്ടേ? നല്ല നല്ല ലേയേർഡ് ബർഗർ കേട്ടോ. सूप, चिकन सूप आ गई, बिरयानी आएगी, स्ट्रेट सूप. നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദേതോ അത് തരൂ ഇത് തരൂ എന്ന് വിളിച്ച് പറയണ്ട അവിടെ. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു. ലുക്സ് ലൈക്ക് ഫ്രൈഡ് റൈസ്. എന്തായാലും ചിക്കനകത്ത് ഉണ്ടാവൂല, അതിന്റെ ബേ ലീഫ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ കഴിക്കാം. അപ്പോൾ നമ്മളങ്ങനെ വേഗം ലേ പാലസ് ലക്ഷ്യമായിട്ട് പോവാണ്. നല്ലൊരു കളർഫുൾ ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള കമാനം കടന്നു. അത് ശരിക്കും ഭൂട്ടാനിലൊക്കെ കാണുന്ന തരത്തിലുള്ള നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ടിബറ്റൻ ബുദ്ധിസ്റ്റിൻ്റെ എല്ലാ അടയാളങ്ങളും വഴിയിൽ കാണാം. ബുദ്ധ സ്തൂപങ്ങളുണ്ട്. ആ ടിബറ്റൻ ഫ്ലാഗ്സ് ഈ വഴിയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നല്ലൊരു മാർക്കറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നിറയെ ബ്ലാങ്കറ്റ്സ് ഒക്കെ അടുക്കടുക്കായി വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയമില്ല. ഇത് കിബൂ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കലായിട്ടുള്ള മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല ചീപ്പായിട്ട് സംഭവങ്ങൾ കിട്ടുന്നത്. ഇവിടെ വലിയ വീൽസ്, മണി വീൽസ് ഉണ്ട്. ചെറിയൊരു ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ഒരു ചെറിയ ചാപ്പൽ പോലുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു പഴയ ഓൾഡ് സിറ്റിയുടെ ഭാഗത്തൂടെ നമ്മൾ പോണത്. ബിൽഡിങ്സൊക്കെ ഒരു പഴമ ഉണ്ട്. മലനിരകളുടെ അതേ കളറിലുള്ള കെട്ടിടങ്ങൾ തന്നെയാണെന്ന് തോന്നും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കളർ ടോണിലാണ് നിൽക്കുന്നത്. വഴികൾ ഇടുങ്ങിയതാണ്, അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. സീസൺ ആണല്ലോ, ഇപ്പോൾ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ടുള്ള സമയമാണ്. ലേ പാലസിൻ്റെ വഴിയിലേക്ക് നമ്മൾ കടന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ലേ പാലസ്. കുറച്ച് ഓൾട്ടിറ്റ്യൂഡിലാണ് നമ്മുടെ ഈ ലേ പാലസ് ഉള്ളത്. അതുകൊണ്ട് അവിടെ നല്ലൊരു സിറ്റി വ്യൂ കിട്ടുന്നതാണ് പറയുന്നത്. ഈ സ്തൂപങ്ങൾ പാലസിനോട് ചേർന്നുള്ളതാവും. പാലസ് മാത്രമല്ല, ഈ മലയുടെ മുകളിൽ മൈത്രേയ മൊണാസ്ട്രി ഒക്കെ ഉണ്ട്, ടെമ്പിളൊക്കെ ഉണ്ട്. ബുദ്ധ സന്യാസികൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ സ്തൂപങ്ങൾ തീരെ പ്രൊട്ടക്ട് ചെയ്യാത്തൊരു ലുക്കാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ രാജാവ് പണിതതാണ് ഈ ലേ പാലസ്. ലേനെ പ്രശസ്തമാക്കാൻ വേണ്ടി പണിതതാണെന്നാണ് പറഞ്ഞത്. അതെ, പ്രശസ്തമായി കഴിഞ്ഞപ്പോൾ അതൊരു നല്ലൊരു ഡെസ്റ്റിനേഷനായി മാറി. കല്ലിന്റെ അതേ കളറില ഈ നമ്യാൽ ഹില്ലിന്റെ മുകളിൽ ഒരു 50 മീറ്ററോളം ഉയർന്നിട്ടാണ് ഈ പാലസ് ഇങ്ങനെ നിൽക്കുന്നത്, ഓവർലുക്കിംഗ് ദ ഓൾഡ് സിറ്റി. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ സ്ലോപ്പിൽ പല സ്റ്റെപ്സ് ആയിട്ട് നിൽക്കുന്നത്. 9 നിലയുള്ള ഈ പാലസ് കാണുമ്പോൾ നമുക്ക് തവാങ്ങിൻ്റെ ഒക്കെ ഒരു മൊണാസ്ട്രിയുടെ ഒക്കെ ഒരു ലുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പാർക്കിംഗ് കഷ്ടിയാണ്. നമ്മൾ നോക്കാം എവിടെ ഇടാൻ പറ്റും. ഇഷ്ടംപോലെ സ്ഥലമാണ് അല്ലേ. എല്ലാവരും അവിടെ തന്നെ ഇട്ട് അങ്ങനെ ഈ വരിയിൽ ഇടികൂടണമാരെ അവിടെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മുന്നോട്ട് കയറി നിന്നപ്പോൾ സ്ഥലമുണ്ട്. ഇതാ സ്ഥലം, നല്ലൊരു സ്ലോട്ട്. ഇപ്പം നമ്മൾ നടക്കാണ്ട് കയറ്റം കയറാണ്ട് പാലസിനടുത്തെത്തി. ലേ പാലസിന്റെ ഇവിടുത്തെ പേര് ലച്ചൻ പാൽക്കർ പാലസ് എന്നാണ്. ഇത് ആദ്യത്തെ റോയൽ പാലസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ റോയൽ ഫാമിലി ഇവിടെ താമസിക്കുന്നില്ല. ഇതൊരു സംരക്ഷിത സ്മാരകമാണ് ASIയുടെ കീഴിൽ. അത് ശ്രദ്ധിച്ചോ? ഒരു പ്രത്യേകത തോന്നി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശ്രീകൃഷ്ണൻ്റെ ഒരു കുഞ്ഞു രൂപമാണത്. ഉണ്ണിക്കണ്ണൻ പോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. ഞാനിത് ദ്വാരകയിലും കണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിത് ശരിക്കുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചത്. ഇപ്പോഴാണ് ഇത്ര അടുത്ത് കണ്ടത്. ഈ നമ്യാൽ ഹില്ലിൻ്റെ മുകളിൽ ഒരു 550 മീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെമോ മൊണാസ്ട്രി അതുപോലെ മൈത്രേയ ടെമ്പിളൊക്കെ ഉണ്ട്.
എന്തായാലും പാലസിന്റെ എൻട്രൻസിൽ തന്നെ നല്ലൊരു ഡെക്കറേറ്റഡ് വുഡൻ പ്ലേക്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഏൻഷ്യൻ പാലസിലെ ഇതൊരു 3 വർഷം കൊണ്ട് പണിത് തീർത്ത വലിയൊരു കൊട്ടാരമാണ്. 9 നിലകളിൽ 100 മുറികളായിട്ട് 17th സെഞ്ചുറി. ലഡാക്കിലെ ഏറ്റവും മിടുക്കനായ രാജാവായിരുന്ന സൊങ്ങെ നമ്യാലിന്റെ കാലഘട്ടത്തിലാണ് ഇത് പണിതത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. ഈ ഒരു വർക്ക് കണ്ടപ്പോൾ ഞാനിത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് കാർവിംഗ് ആണെന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ആവട്ടെ ലേ പാലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഹൈ ക്വാളിറ്റി സ്റ്റോൺ വർക്ക് ആണ്. ഇത് ഇവിടെ ലഭ്യമായിട്ടുള്ള സ്റ്റോൺസും ടിമ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. പരമാവധി ചൂടിനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളിലോട്ടോ. സത്യത്തില് ഈ ചുമരൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നിയെങ്കിലും ഈ മഡ് വാൾസ് ആണ്, മണ്ണ് കുഴച്ച് ചുട്ടെടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ലേ പാലസ് ഗാലറിക്ക് കിടക്കാണ്. പ്ലീസ് മൈൻഡ് യുവർ ഹെഡ് എന്ന് മിക്കവാറും സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. കാരണം കുഞ്ഞൻ വാതിലുകളാണ്. നമ്മൾ വന്ന സമയം പറ്റി. എന്തായാലും ഇപ്പോൾ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ബിയോണ്ട് ദ പാസ്റ്റ് ഷെയർഡ് സ്പിരിറ്റ് ആൻഡ് എസ്നിക് ടേപ്പസ്ട്രി ഓഫ് ലഡാക്ക് എന്ന് പറഞ്ഞ് നാഷണൽ മ്യൂസിയം ഡൽഹി നടത്തുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫോ നമുക്ക് ലേ പാലസിന്റെ ഉള്ളിൽ തന്നെ കിട്ടി. ഉണ്ണിയ മറ്റേ ഉണ്ണിയല്ലേ നമ്മുടെ തെയ്യം പോലെ ഇല്ലേ, ഇവനെ കൊണ്ട് തോറ്റു. നല്ല ചായ. ലേ പാലസിന്റെ സൈറ്റ് പ്ലാൻ മാത്രമല്ല, ഇതിനോട് ചേർന്നുള്ള എല്ലാ ഹിസ്റ്റോറിക് റിമെയിൻസിൻ്റെയും ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പാലസിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഇത് തിബറ്റിലെ ദലൈലാമയുടെ ആസ്ഥാനമായിട്ടുള്ള പൊത്താല പാലസിൻ്റെ അതേ മാതൃകയിലാണ് പണിതിട്ടുള്ളത്. 9 നിലകളിലായിട്ട് 100ലധികം മുറികളുള്ള ഈ പാലസിലെ താഴത്തെ മുറികളൊക്കെ സ്റ്റാഫ് ഉപയോഗിച്ചിരുന്നു. ബാക്കി മുകളിലൊക്കെ റോയൽ പാലസ് ആയിരുന്നല്ലോ അത്. അവർ 19th സെഞ്ചുറിയിൽ ദോഗ്ര ഇൻവേഷൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു റോയൽ ഫാമിലി. അതിനുശേഷം ഇത് അബാൻഡൻ ചെയ്ത് സ്റ്റോക്ക് പാലസിലേക്ക് അവർ മാറി. പിന്നെ അങ്ങനെ നോട്ടല്ലാണ്ടും കാലാവസ്ഥ കൊണ്ടും ഒക്കെ എപ്പോഴും മഞ്ഞ് വീഴ്ചയാണല്ലോ. അങ്ങനെ ഇത് വളരെ മോശാവസ്ഥയിലായി, ജീർണാവസ്ഥയിലായി. 1982 ഇതിനൊരു മോണുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്താണ് ഇതിനെ റെസ്റ്റോർ ചെയ്തത്. ഉദ്ധരിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ മ്യൂസിയമായിട്ട് സംരക്ഷിച്ച് പൊതുജനങ്ങൾക്ക് ഇങ്ങനെ തുറന്നു കൊടുത്തത്. എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വിഷ്വൽ ഹിസ്റ്ററീസ് ഓഫ് ലഡാക്ക് നല്ല രീതിയിൽ നമുക്ക് പഴയ ചിത്രങ്ങളും പഴയ അവരുടെ ചരിത്രമൊക്കെ കാണാൻ സാധിക്കും. ഇറ്റ് വാസ് വർത്ത് വിസിറ്റിംഗ്. നമ്മൾ വിചാരിച്ചേക്കാൾ അധികം സമയം നമ്മളിങ്ങനെ ഈ പാലസിൽ ഈ മ്യൂസിയം ഉള്ളത് കൊണ്ട്, ഗ്യാലറീസൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. കുഞ്ഞു വാതിലുകളാണ് കേട്ടോ. കുനിഞ്ഞിങ്ങനെ അങ്ങോട്ട് കിടക്കണതൊക്കെ ഒരു ടാസ്ക് തന്നെയാണ്. എല്ലാ റൂമുകളും 100ലധികം മുറികളുണ്ടല്ലോ. ലേ പാലസിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് ASI സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അത് ഇറ്റ്സ് നൈസ് ടു സീ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് അത് നമുക്ക് നല്ലൊരു പടം, എല്ലാ വശത്തു നിന്നുള്ള നല്ല ധാരണ നമുക്ക് ഇതിനെക്കുറിച്ച് കിട്ടി. ഇവിടെ ഒരു നല്ല നടുത്തളം. ഇവിടെ ലഡാക്കിലെ എല്ലാ മൊണാസ്ട്രികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ പോണെന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതും നമുക്ക് ഇന്നലെ പോകാൻ പറ്റാത്തതുമായിട്ടുള്ള പലതും ഇതിലുണ്ട്. ഫിയാങ്, അതുപോലെ ലമയൂരും ഒക്കെ ഉണ്ട് ഇതിൽ. ഈ ഗാലറിയിൽ ദിസ് ഈസ് എ ലഡാക്ക് ഗാലറി. ഈ ലേ പാലസിൽ ഇതിൽ ലഡാക്കിലുള്ള എല്ലാ മൊണാസ്ട്രികളുടെയും മറ്റ് ലാൻഡ്മാർക്കുകളുടെ ഒക്കെ ഡീറ്റെയിൽസ്, ഫോട്ടോസ് അടക്കം കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. എന്തായാലും ഡൽഹി നാഷണൽ മ്യൂസിയത്തിൻ്റെ എക്സിബിഷൻ ഇവിടെ നടക്കണ കാരണം നമുക്ക് ലേ പാലസ് കാണൽ മാത്രമല്ല ലഡാക്കിനെ കുറിച്ച് നല്ലൊരു സമഗ്രമായിട്ട് മൊത്തത്തിലൊരു ധാരണ കിട്ടി. അത് ഗംഭീരായി. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. മൈൻഡ് ഹെഡ് എന്നല്ല അവിടുത്തെ എഴുതി വെച്ചിരുന്നതാ. ഒരു ഗാലറി വളരെ ഏൻഷ്യൻ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റാച്യൂസിൻ്റെ ഒരു കളക്ഷനാണ്. മിക്കവാറും ബുദ്ധ സ്റ്റാച്യൂസ്, പത്മസംഭവ സ്റ്റാച്യൂസ്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കളക്ഷൻസാണ്. ഡൽഹി നാഷണൽ മ്യൂസിയത്തിൻ്റെ അസറ്റ് ആണല്ലോ. അപ്പോൾ അവർ ലഡാക്കിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ച് എല്ലാം കൊണ്ട് നന്നായി. 10ാം നൂറ്റാണ്ടിലൊരു സ്തൂപ്പിയാണിത്. ഗൗതം ബുദ്ധൻ്റെ ജീവിത ചക്രം കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സീൻസ്. അത് ബ്രോൺസിൽ നളന്തയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. അപ്പം അങ്ങനെ വളരെ യുണീക്കായിട്ടുള്ള പീസസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. പത്മസംഭവനെ കുറച്ചും കൂടി ഒരു കോമിക് ഫിഗർ പോലെയാണല്ലോ കാണിച്ചിരിക്കുന്നത്. കണ്ടംപററി ആർട്ടാണത്. ഇത് പെരിഡ് കണ്ടംപററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ക്ലേ, ക്ലോത്ത് ആൻഡ് പേപ്പർ. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മുടെ ക്രിസ്മസ് അല്ല, ഹാലോവീൻ്റെ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട്. അപ്പുറത്തുണ്ട് ഭയങ്കര. അപ്പുറത്തും കുറച്ചൊരു ജെൻസി ഇന്റർപ്രിട്ടേഷൻസ് അല്ലേ. ഒരു 1-2 ഗാലറികൾ മുഴുവൻ മറ്റേ ഓർണമെന്റ്സിന്റെയും മറ്റേ ഇവർ ഉപയോഗിച്ചിരുന്ന എല്ലാ ക്രോക്കറി അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെച്ചിരിക്കണം. ഫുൾ വുഡാണ്.
ഇതിൻ്റെ പ്രത്യേകത ഇത് ഞാൻ നമ്മുടെ ഹോം സ്റ്റേയിൽ പറയുമെന്ന് വിചാരിച്ചു. സീലിംഗ് ഹോം സ്റ്റേയുടെ പുതിയ പണിത ഹോം സ്റ്റേ ആണ്. ഒരു 5 years ആയിട്ടുള്ളൂ. ഈ ലേ പാലസ് 17ാം നൂറ്റാണ്ടാണ്. എല്ലായിടത്തും ഇതാണ് സീലിംഗ്. വുഡാണ് മൊത്തം. ഇത് പോപ്പുലർ ട്രീസ് എന്നാണ് പറഞ്ഞത്, അതിൻ്റെ മരമാണെന്നാണ് പറഞ്ഞത്. ചൂടിനെ തടയാനായിട്ടുള്ള ഒരു പ്രത്യേക കുനിഞ്ഞും നീർന്നും ഈ കുഞ്ഞു മുറികളിലേക്ക് കടന്നുമൊക്കെ ഒരു പരിവായിട്ടോ നമ്മൾ ശരിക്കും. ഈ വിൻഡോ ഇത് ഇത്തിരി വലിയ വിൻഡോ ആണ്. അതേസമയം താഴത്തെ നിലകളിലൊക്കെ കുഞ്ഞ് പൊത്തുപോലെ വിൻഡോസ് ആണ്. ഈ കൂടെ നോക്കുമ്പോൾ നല്ല ഗംഭീരനൊരു സിറ്റി വ്യൂ. ലേ സിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയാണ് ലേ സിറ്റി, ഇത്രയേ ഉള്ളൂ. ഇത് ഓൾഡ് സിറ്റിയാണ് ഇതിനോട് അടുത്തുള്ളത്. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് എയർഫീൽഡൊക്കെ വേണമെങ്കിൽ കാണാൻ പറ്റും സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. എന്തായാലും ദിസ് ഈസ് നൈസ്. പല കെട്ടിടങ്ങളും പഴയ ഇതേ ഈ മണ്ണിൻ്റെ ഈ മലയുടെ അതേ കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്. കുറച്ചും കൂടി ദൂരെയുള്ളത് പുതിയ കെട്ടിടങ്ങളായിരിക്കാം. വെള്ള പെയിൻറ്റും മറ്റ് പല കളറൊക്കെ ഉണ്ട്. ഇങ്ങനെ അകലങ്ങളിൽ മഞ്ഞുമലകളുണ്ട്. നല്ലൊരു നൈസ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നംഗ്യാൽ റോയൽ ഫാമിലിയുടെ ഫോട്ടോ ഗ്യാലറിയാണ്. അത്യാവശ്യം ഹൈറ്റിലെത്തിയപ്പോൾ പിന്നെ ഒരു കിതപ്പ് തുടങ്ങി. സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്, എളുപ്പമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ലെവലിൻ്റെ കുറവ് കാരണം നമുക്ക് പെട്ടെന്ന് ബ്രീത്ത് പോവും, നമ്മുടെ കപ്പാസിറ്റി കുറയും. അപ്പോൾ നല്ല കിതപ്പാവും. മുകളിലേക്ക് പോകാമെന്ന് വിചാരിക്കണേ, കുറച്ച് കാറ്റുള്ള. സിറ്റി വ്യൂ അഗെയിൻ. നല്ല തണുപ്പ്, തണുത്ത കാറ്റ്. തണുപ്പ് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പിന്നെയും 45 എത്തും. അവിടെ പോവാം. കല്യാണമാണെങ്കിലോ ചിലപ്പോൾ ലൈറ്റ് അപ്പ് ചെയ്യായിരിക്കും. ആൾക്കാർ വരട്ടെ, ടൂറിസം മെച്ചപ്പെട്ടെ. ഈ കാണുന്നതൊക്കെ ഈ ലേ പാലസിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് പറഞ്ഞത്. സെമോ മൊണാസ്ട്രി, സെമോ മൈത്രേയ ടെമ്പിളൊക്കെ 4:30 വാങ്ക് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 7ാം നിലയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഉണ്ട്. 7ാം നില രാജാവിൻ്റെ സ്വന്തം ചേമ്പറൊക്കെ ഉള്ളതാണ്. 6ാം നില കുടുംബാംഗങ്ങളുടെ ആയിരുന്നു. അവിടെയും ടെറസ് ഉണ്ടായിരുന്നു. നല്ല സിറ്റി വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ദൂരെ നമ്മുടെ ബുദ്ധസ്തൂപ കാണുന്നുണ്ട്, ശാന്തി സ്തൂപ. അതിന് ഓപ്പോസിറ്റായിട്ട് ശാക്യമുനി പ്രതിമയും കാണുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇന്ന് തന്നെ കാണണം എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളാണ്. വളരെ ദൂരെയാണ് കേട്ടോ. നമ്മളിങ്ങനെ സൂം ചെയ്ത് കണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിലുള്ള 9ാം നില പ്രൊട്ടക്റ്റഡ് ഡേറ്റിയുടെ ഒരു കുഞ്ഞ് ഷ്രൈനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങി ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. എന്തായാലും ഈ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ കരിച്ച് അറ്റം വെട്ടിയിട്ട് ഇവർ തന്നെ വലിയ കൊത്തുപണിയാണെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവല്ലോ. പക്ഷെ അത് ഗംഭീരമാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എല്ലായിടത്തും ഇങ്ങനെ ഒരു തലക്കെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻ ഉണ്ട്, കുറച്ച് നേരം അതൊന്ന് കാണാം. ലേ പാലസിൻ്റെ ചരിത്രം. Flanked by the Karakoram Mountains on the northeast and the great Himalayan ranges in the south, and cut through by the river Indus, Ladakh is one of the highest inhabited places on earth. An arid desert situated at a height of between 3,000 and 5,000 meters above sea level. This substantially increased the number of international and domestic tourist visitors to the palace. പാലസിൽ നിന്ന് ഇറങ്ങാണ്. ആ മലമുകളിൽ നംഗ്യാൽ ഹില്ലിൻ്റെ മുകളിൽ മേ ബി ട്രക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പട്ടാളമായിരിക്കാം. എന്തായാലും അവിടെ പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ മുക്കും മൂലയെ കരിച്ച് വെറുക്കാമായിരുന്നു. നല്ല ബ്രീതിങ് കപ്പാസിറ്റി വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേഗം നമ്മൾ നേരത്തെ കണ്ട അതേ കമാനത്തിൽ കൂടെ തിരിച്ചു കിടക്കാണ്. യൂട്ടേൺ അടുത്തൊക്കെ തിരിഞ്ഞു പോകണം. നമുക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു 4.5-4.75 കിലോമീറ്റർ ഉണ്ട്. 18 മിനിറ്റാണ് കാണിക്കണേ. സമയവും കുറച്ച് ടൈറ്റാണ്.
വൈകുന്നേരം 5 മണിയാണ്. അത്യാവശ്യം മനുഷ്യരെ ഓടിപ്പായുന്ന സമയമാണ്. മാത്രമല്ല നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ടറിലേക്ക് പോകണം, കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്തായിട്ടാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോയി നമുക്ക് അവിടെ എത്തണം. ശാന്തി സ്തൂപ മോർണിംഗ് 8 to ഈവനിങ് 8 ആണ്. അപ്പോൾ സമയമുണ്ട് നമുക്ക്. എന്നാലും അത് കഴിഞ്ഞ് പിന്നെയും കാര്യങ്ങളുണ്ട് ലേയിൽ കാണാൻ. കാരണം ഇന്നൊരു ദിവസം മാത്രമാണ് നമ്മൾ ലേ പട്ടണത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയാൻ പറ്റുള്ളൂ. നാളെ മുതൽ നമ്മൾ ലഡാക്കിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും യാത്ര. ഈ ലേ സിറ്റിയുടെ പട്ടണ വഴികളിൽ ഒരു സൈഡ് മുഴുവൻ പാർക്കിംഗ് ആണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അപ്പോൾ ലക്ഷ്യം ട്രാഫിക് ഈവനിങ് ആയപ്പോൾ ഒന്ന് ടൈറ്റായി തുടങ്ങി. ഇന്നലെ ആ സോജില പാസിൽ മഞ്ഞൊക്കെ ആയിട്ട് നമ്മുടെ കാർ ഗ്ലാസ്സിന് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ് നിന്ന് കഴുകണം. എന്തായാലും നമ്മളിപ്പോൾ ഒരേ ദിവസം തന്നെ കുറേ സ്ഥലം കാണുന്ന കാരണം ലേയിൽ ഇന്നലെ എത്തിയിട്ടുള്ളൂ നമുക്ക് ഓർക്കുമ്പോൾ അതിൻ്റെ അത്ഭുതമാണ്. സോ വി ആർ ഗോയിങ് ടു ദ ശാന്തി സ്തൂപ. സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. സ്റ്റേ ട്യൂൺഡ്.